ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുവാനും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുവാനും ഒരു കുടുംബ ഡോക്ടറുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ലോക ആരോഗ്യ സംഘടന പറയുന്നു, ആരോഗ്യമെന്നാൽ രോഗങ്ങളുടെ അഭാവമല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും സുഖമായിരിക്കുക എന്നതാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദി ആബ്സൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. നമുക്കറിയാം, ആരോഗ്യരംഗം വളരെ വേഗത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ ഒരു നൂറ്റാണ്ട് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ സമയങ്ങളെല്ലാം കൂടുതലും പകർച്ചവ്യാധികളുടെ പ്രശ്നങ്ങളായിരുന്നു. ഓരോരുത്തർക്കും ഒരു പകർച്ചവ്യാധി വരുന്നു, അവർ ഡോക്ടറുടെ അടുത്ത് പോകുന്നു, ഒന്നെങ്കിൽ സുഖമാവുന്നു അല്ലെങ്കിൽ മരിക്കുന്നു. ഇറ്റ് വാസ് ഓൾ എപ്പിസോഡിക് കെയർ. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ആവശ്യത്തിനായിട്ട് പോകുന്നു, സുഖമായിട്ട് തിരിച്ചു പോകുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു വ്യത്യാസം, നമുക്കൊരു പ്രായമാവുന്ന ഒരു ജനസംഖ്യയുണ്ട്. ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു. അവർക്ക് വിട്ടുമാറാത്ത ക്രോണിക് ഡിസീസസ്, രോഗങ്ങളുണ്ടാവുന്നു. ഈ ആളുകൾക്ക് തന്നെ ഒരേ സമയം ഒന്നിലധികം രോഗങ്ങളുണ്ടാവുന്നു. ഉദാഹരണത്തിനായിട്ട്, സാധാരണ എൻ്റെ പ്രാക്ടീസിൽ കാണുന്നതാണ്, ഒരു പേഷ്യൻ്റ് തന്നെ ഡയബറ്റിസ് ഉണ്ടാവും, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, സന്ധികളുടെ പ്രശ്നങ്ങളുണ്ടാവും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ശ്വാസകോശത്തിൻ്റെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഈ ഒരു 19 വർഷമായിട്ട്, 10-20-30 വർഷമായിട്ട് കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രശ്നം, ദ ഡീപേഴ്സണലൈസേഷൻ ഓഫ് മെഡിസിൻ. ഡീപേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ആരോഗ്യം ഇപ്പോൾ ആരോഗ്യ മേഖല കാണുന്നത് ആ വൈദ്യശാസ്ത്രത്തിൻ്റെ ശ്രദ്ധ രോഗിയിൽ നിന്ന് മാറി രോഗങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു പേഷ്യൻ്റ്, ഡയബറ്റിസ് ഉള്ള പേഷ്യൻ്റ് വന്നു. ഡയബറ്റിസ് ഉള്ള പേഷ്യൻ്റ് നമ്മൾ നോക്കുന്നത് HbA1c, ബ്ലഡ് ടെസ്റ്റ്, ഇങ്ങനെയുണ്ട്, പല കാര്യങ്ങളും നോക്കുന്നുണ്ട്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് വളരെ അത്യാവശ്യമാണ്, വളരെ പ്രധാനമാണ്. പക്ഷേ പലപ്പോഴും ആ രോഗി എന്ന വ്യക്തിയെ മറന്ന് പരിഗണിക്കാതെയാണ് ട്രീറ്റ്മെൻറ്റും അപ്രോച്ചും നടക്കുന്നത്. രോഗികൾക്കോ അവരുടെ പരിചാരകർക്കോ എന്താണ് വേണ്ടതെന്ന് പരിഗണിക്കാതെ മരുന്നുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ട്രിപ്പ്. ഈ ഫോക്കസ്, ഈ ശ്രദ്ധ വേറെ കാര്യങ്ങളും ശ്രദ്ധിക്കാം. എന്താണ് പുതിയ ടെക്നോളജി, എന്താണ് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം നല്ലതാണ്, കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഡീപേഴ്സണലൈസേഷൻ, ആ രോഗിയുടെ വ്യക്തിത്വത്തെ മറന്ന്, ആ രോഗി ആരാണെന്ന് മനസ്സിലാക്കാതെ, ആ രോഗിയുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റൻസസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു ജനറലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്രവണത അത് കാണുന്നുണ്ട്. വേറൊരു പ്രശ്നം, വൈദ്യശാസ്ത്രത്തിൻ്റെ വിഘടനം, ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് മെഡിസിൻ. നമുക്ക് സ്പെഷ്യലിസ്റ്റുകളും സബ് സ്പെഷ്യലിസ്റ്റുകളും വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ പ്രമുഖരായ നല്ല നൈപുണ്യമുള്ള സ്പെഷ്യലിസ്റ്റും സബ് സ്പെഷ്യലിസ്റ്റും നമുക്കുണ്ട്. അത് നമുക്ക് അത്യാവശ്യമാണ്. ഹൃദയത്തിൻ്റെ, വൃക്കയുടെ, ശ്വാസകോശത്തിൻ്റെ, അസ്ഥികളുടെ, മനസ്സിൻ്റെ, അങ്ങനെ പല സ്പെഷ്യലിസ്റ്റുകൾ നമ്മൾക്കുണ്ട്. എന്നാൽ ഒരു ചോദ്യം ഇവിടെ വരുന്നു. എൻ്റെ ഹൃദയത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ലങ്സിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ജോയിൻസിന് വേണ്ടി സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ബട്ട് ഹൂ ഈസ് മൈ സ്പെഷ്യലിസ്റ്റ്?
നിങ്ങളുടെ ഞാൻ എന്ന വ്യക്തിയുടെ സ്പെഷ്യലിസ്റ്റ് ആരാണ്? ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളെ പരിചരിക്കുന്ന ഒരു ഡോക്ടറുണ്ടോ? ആരോഗ്യമേഖല വളരെ സങ്കീർണമായി മാറിയിരിക്കുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. വേറൊരു പ്രശ്നമുള്ളത് ഈ ഡോക്ടറും രോഗിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിശ്വാസക്കുറവാണ്. രോഗികൾക്കും അവരെ നോക്കുന്നവർക്കും അതുപോലെ ഡോക്ടർമാർക്കും ഇതൊരു പ്രശ്നമായിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും ഒരു ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ, ഒരു കുടുംബ ഡോക്ടർ എന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ ആശയത്തെയും ഫാമിലി മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി, അതായത് ഒരു കുടുംബ ഡോക്ടർ എന്ന സ്പെഷ്യാലിറ്റിയുടെ ആശയത്തെയും പ്രസക്തിയെയും കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പുതിയ ആശയമല്ല. ഒരു കാലത്ത് കുടുംബങ്ങൾക്കെല്ലാം ഒരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു. അവരുടെ ആരോഗ്യത്തിനും പലപ്പോഴും കുടുംബങ്ങൾ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. കാലക്രമേണ ഇത് പോയി. പക്ഷേ ഫാമിലി മെഡിസിനിൽ 3 വർഷത്തെ MDയും, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു റിസർജൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഫാമിലി മെഡിസിൻ്റെ 3 വർഷത്തെ MDയും DNBയും ഉള്ളൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് അത് തിരിച്ചു വന്നിരിക്കുന്നു. എന്താണ് ഫാമിലി മെഡിസിൻ? ഇത് ഒരു പേഷ്യൻ്റ് സെൻറ്റേർഡ് സ്പെഷ്യാലിറ്റിയാണ്. അതായത് രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, രാജൻ, ഒരു വ്യക്തി, ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്നു. രാജൻ എൻ്റെ അടുത്ത് പനി കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്. നാളെ ചിലപ്പോൾ പുറമേന കൊണ്ട് വന്നിരിക്കാം, മേ ബി ഹൈ BP അല്ലെങ്കിൽ ഡിപ്രഷൻ. എൻ്റെ ഫോക്കസ് എന്താണ്? രാജന് ആവശ്യമായിട്ടുള്ള എന്ത് പ്രശ്നത്താൽ വരുന്നു അതിനെ അസസ് ചെയ്ത് അതിന് അപ്രോപ്രിയേറ്റുള്ള എക്സലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് മൈ ഫോക്കസ്. പക്ഷേ എൻ്റെ ഫോക്കസും ആരാണ് ഈ രാജൻ? ഹൂ ഈസ് ദിസ് പേഴ്സൺ? ആ രാജനെ അറിയുക, അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ അറിയുക. ഈ അസുഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? കൂലിപ്പണിക്കാരനായ രാജൻ നാളെ ചുമടെടുക്കാൻ പോകാനായിട്ട് ഈ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചുമടെടുക്കുന്ന രാജന് ആ ജോലി കൊണ്ട് ബാക്ക് പെയിൻ വരുന്നു, പുറം വേദന വരുന്നു. എന്താണ് ഈ ഡിസീസ്, ഈ രോഗത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വെല്ലൂരായിരുന്നപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു പറഞ്ഞു, പേഷ്യൻ്റ് നോക്കിയപ്പോൾ ഷുഗർ കൺട്രോൾഡ് അല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ടാബ്ലറ്റ് ഉണ്ടല്ലോ, എന്താണ് ഷുഗർ ഇത്രയും കൂടിയത്? പറഞ്ഞു, സാറേ ഞാൻ 2 ദിവസമായിട്ട് ടാബ്ലറ്റ് കഴിച്ചില്ല. അപ്പം ഞാൻ 2 ദിവസം ടാബ്ലറ്റ് കഴിക്കായിരുന്നു. സാർ, എൻ്റെ ഭർത്താവിന് അസുഖമായിരുന്നു, 2 ദിവസം ജോലിക്ക് പോയില്ല, വീട്ടിൽ ഭക്ഷണമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. ഞാൻ എന്താ പറയുക? ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ടാബ്ലറ്റ് കൊണ്ട് കൺട്രോൾ ആവുന്നില്ല, നിങ്ങൾ അടുത്ത ലെവലിലുള്ള ടാബ്ലറ്റ് പോകണം, അല്ലെങ്കിൽ ഡോസ് കൂട്ടണം. അവിടെ പ്രശ്നം ടാബ്ലറ്റ് അല്ല, ഡോസ് അല്ല, അവരുടെ സാഹചര്യമാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ രോഗത്തെ മാത്രം ട്രീറ്റ് ചെയ്താൽ അതൊരു പ്രശ്നമാകും. കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും, ഇതേക്കുറിച്ച് ഡോക്ടർ സുനിൽ എബ്രഹാം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.